എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അയല പെരട്ട് ബിരിയാണിയാണ്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ബിരിയാണിയാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും. അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 4 അയലയാണ്. നമുക്ക് ഇത് ഒന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞ് നമുക്ക് വറക്കാനുള്ള മസാല തയ്യാറാക്കാം. അതിനായിട്ട് മുളക് പൊടി 1 ടേബിൾ സ്പൂണാണ്, ടീസ്പൂണല്ല, മാറിപ്പോയത്. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, ഉപ്പ് 1 ടീസ്പൂൺ, കുറച്ച് കുരുമുളക് പൊടിച്ചത്, കുറച്ച് വിനാഗിരിയും ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്യുക. ആവശ്യമെങ്കിൽ കുറച്ച് വെള്ളം ചേർക്കാവുന്നതാണ്, കൂടി പോകരുത്. നല്ലവണ്ണം മസാല നീര് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് വറക്കാനായിട്ട് ഇട്ട് കൊടുക്കാം. അതിൽ ഒരു പാൻ എടുത്ത് അതിലേക്ക് ഇത്തിരി എണ്ണ ഒഴിച്ച് കൊടുക്കുക. ആ എണ്ണയിലേക്ക് നമുക്ക് വറക്കാനായിട്ട് ഇട്ട് കൊടുക്കാം. ബിരിയാണി ഉണ്ടാക്കുന്നതിന് നല്ലവണ്ണം മൊരിക്കണം. മീൻ വറുത്തെടുക്കേണ്ടത് വേവ് കുറവായിട്ടെടുക്കരുത്. അപ്പം നല്ലവണ്ണം മൊരിയുന്ന രീതിയിൽ നമ്മൾ വറുത്തെടുക്കുന്നതാണ്. നമുക്ക് ബിരിയാണിക്കുള്ള മസാല തയ്യാറാക്കണം. അതിനൊരു 4 സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് സ്ലൈസായിട്ട് അരിഞ്ഞെടുക്കുക. അതിൻ്റെ കൂടെ നമുക്കൊരു 2 തക്കാളി സ്ലൈസായിട്ട് അരിയിട്ടാണ്. കുക്കറിനകത്തോട്ട് മീനിൻ്റെ ബാലൻസ് വന്ന മുളകും എണ്ണയും കൂടാതെ വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ഇടിച്ചത് കൂടി ചേർത്ത് ഇളക്കി അതിലേക്ക് സവാള വഴറ്റാനിടുക. അതിലേക്ക് ഗ്രാമ്പൂ, ഏലക്ക, കറുവപ്പട്ട എന്നിവയും കൂടെ ചേർത്ത് നല്ലവണ്ണം ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുക്കേണ്ടതാണ്. അതിലേക്ക് നമുക്ക് 2 തക്കാളി സ്ലൈസായിട്ട് അരിഞ്ഞത് കൂടി മിക്സ് ചെയ്ത് നല്ല പേസ്റ്റ് രൂപത്തിൽ കുഴച്ചെടുക്കുന്നതാണ്. ഞാനിത്തിരി ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒന്നും കൂടെ നല്ലവണ്ണം തക്കാളിയും സവാള ഒന്നും കൂടെ വരേണ്ടതിന് ശേഷം നമ്മൾ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ഞാൻ മിക്സ് ചെയ്ത് നമ്മൾ വറുത്ത് വെച്ച അയല നല്ലവണ്ണം പൊടിച്ച് അതും കൂടി ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം അത് പെരണ്ട് എടുക്കുന്നതാണ്. അതുകൊണ്ടാണ് പെരളം ബിരിയാണി എന്ന് പറയുന്നത്. നല്ലവണ്ണം പെരട്ടി മിക്സ് ചെയ്ത് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടതാണ്. പ്രധാനമായിട്ട് നമുക്ക് ആ മസാലയിലേക്ക് ഒരു നാരങ്ങയും കൂടെ പിഴിഞ്ഞ് ഒഴിക്കാം. ഇനി നമുക്ക് ബിരിയാണി അരി നമ്മൾ 2 ഗ്ലാസ്സാണ് ബിരിയാണി അരി എടുത്തിരുന്നത്. അതിൻ്റെ കൂടെ നമുക്ക് 3.5 ഗ്ലാസ് വെള്ളം, 2 ഗ്ലാസ് അരിക്ക് 3.5 ഗ്ലാസ് വെള്ളം എന്ന അളവിൽ ഒഴിക്കുക. പിന്നെ നമുക്ക് കുറച്ച് നെയ്യും കൂടെ ഞാൻ അതിലേക്ക് ഒഴിച്ച് ചേർക്കുന്നുണ്ട്. നെയ്യും കൂടെ ഇട്ട് കൊടുക്കുക. നെയ്യും കൂടെ ഇട്ട് നല്ലവണ്ണം ഇളക്കുക. കുറച്ച് കുരുമുളകും കൂടി ഇട്ട് കൊടുത്ത് കുക്കർ അടച്ച് വെച്ച് നമ്മൾ ഒരു വിസിൽ ആകുന്നതും വരെ വെയിറ്റ് ചെയ്യുക. ഒരു വിസിലായ ഉടനെ തന്നെ നമ്മളത് ഓഫ് ചെയ്യണം. അത് വെന്ത് പോകാതിരിക്കും. നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് ഉടനെ തന്നെ നമ്മൾ മാറ്റി ഒന്നും കൂടെ അത് എല്ലാം കൂടെ നല്ലവണ്ണം മിക്സ് ചെയ്ത് എല്ലായിടങ്ങളും പുരട്ടി വെക്കേണ്ടതാണ്. നമ്മൾ പാത്രത്തിലേക്ക് വെക്കുമ്പോൾ തീ വളരെ കുറച്ചാണ് വെക്കുന്നത്, ഇല്ലെങ്കിൽ അടിക്ക് പിടിക്കും. അത് പ്രത്യേകം ശ്രദ്ധിച്ച് നമുക്ക് ഒരു 5 മിനിറ്റ് കൂടെ മൂടി വെക്കാം. അപ്പോൾ നമ്മുടെ ബിരിയാണി റെഡിയായി. നമ്മുടെ മീനിൻ്റെയും മസാലയുടെയും എല്ലാം സത്ത് ചോറിലേക്ക് പിടിച്ചിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം. നന്ദി, നമസ്കാരം.